നമുക്കൊരു വണ്ടി ഓടിക്കാൻ പോയാലോ? ചുമ്മാ ഇലക്ട്രിക് വണ്ടിയാണ്. അപ്പോൾ ഒത്തിരി ലോങ് പോക്കുകളൊക്കെ ചെറിയ രീതിയിൽ നോക്കുക. ഇപ്പം എങ്ങടാന്ന് ഇതൊരു തീരുമാനമില്ല. ഇപ്പോൾ ടൗണിൽ ചെന്നിട്ട് നോക്കാം. ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല. അപ്പം ചുമ്മാ നോക്കാം. മൈക്കിൽ ഇടയ്ക്ക് നോക്കുന്നുണ്ട്, ഇടയ്ക്ക് മൈക്ക് ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പോയി നോക്കിയാലോ? നമുക്ക് എങ്ങനെ വണ്ടി ഓടിക്കാൻ പറ്റുമോ? വണ്ടിയുടെ പീക്ക് പെർഫോമൻസ് കാര്യങ്ങൾ അറിയാൻ പറ്റും, എത്ര കിലോമീറ്റർ കിട്ടുന്ന ഐഡിയൊക്കെ അറിയാം. നമുക്ക് ചുമ്മാ പോയി നോക്കാം. എങ്ങനെ പോലും വൺ സൈഡ് 20-25 കിലോമീറ്ററുള്ള മാക്സിമം മാത്രമേ പിടിക്കത്തുള്ളൂ. നമുക്ക് 80 അവർ പറയുന്നുണ്ടെങ്കിൽ ഇതുവരെയായിട്ട് ടോട്ടൽ എത്ര കിലോമീറ്റർ കിട്ടിയിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്കൊരു മാക്സിമം 25 കിലോമീറ്റർ വൺ സൈഡ് നോക്കി നോക്കാം. അതാണ് ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്ത് വെച്ചേക്കണേ. നമുക്കിപ്പോൾ പോയി നോക്കാം എന്താ അവസ്ഥ എന്നറിയാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി ചുമ്മാ പോവാം. നമ്മൾ കൂടെ നോക്കണ്ട, കഴുകിയിട്ടൊന്നുമില്ല. കഴുകിയിട്ട് കുറച്ച് ദിവസമായി. എന്നാൽ മഴയല്ല, ഞാൻ വണ്ടി കഴുകാൻ നിൽക്കുമായിരിക്കും. മഴയ്ക്ക് പെയ്യാൻ. അപ്പോൾ നമുക്കിതൊന്ന് ഹെൽമെറ്റ് എടുക്കണം. പിന്നെ നല്ല ബൂട്ട് സ്പേസ് ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഹെൽമെറ്റ് ഒരുപാട് ശരിയാക്കാൻ പറ്റിയ സെൽഫി സ്റ്റിക്കൊന്നും നോക്കിയിട്ടില്ല. അപ്പം നിങ്ങൾ അതിൻ്റെ നോക്കണം. അതുമല്ല, മഴയുടെ ബാക്കി പത്രങ്ങളുണ്ട് അതിനകത്ത്, നമുക്ക് വെക്കാം. പെട്ടെന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഹെൽമെറ്റ് വെച്ചു. നമുക്ക് ഇവിടെ സാധനമുണ്ട്, നമുക്ക് താത്തി വെക്കണം. നമ്മുടെ കണ്ണിലേക്ക് ഡയറക്റ്റ് അടിക്കും. നമുക്ക് നോക്കി നോക്കാം. അവിടെ നിന്ന് നല്ല വേദന ഉണ്ടായി. ചുമ്മാ പോകാനൊക്കെ മൈൻഡ് ആയതുകൊണ്ട് പോവുക. ഇതൊക്കെ നടക്കട്ടെ, ഇപ്പം കാണാം. നമ്മളിപ്പോൾ വന്നിപ്പം സങ്കടം കഴിഞ്ഞ് സങ്കടത്തിന് മൺബൈ ജംഗ്ഷനൊക്കെ കയറി നമ്മളിങ്ങനെ മുമ്പോട്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ടൗണിൽ വന്നപ്പോൾ എനിക്ക് വന്നു എന്തുകൊണ്ട് കുട്ടമ്പുഴ വരെ പോയിക്കൂടാ. കുട്ടമ്പുഴ അങ്ങേയറ്റം പോവില്ല, ജസ്റ്റ് ആ വഴിയൊക്കെ പോയിക്കൂടാ. നമുക്ക് കാണിച്ചു തരാമല്ലോ. ഞാൻ ചുമ്മാ അത് വലിയ രീതിയിലുള്ള കമൻ്റൊന്നും ഉണ്ടാവില്ല. ആ ചുമ്മാ എൻ്റെ രീതിക്ക് ഞാൻ എല്ലാം കൊണ്ട് പറ്റുന്ന പോലെ റെഡിയാകാം. അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം മൈക്ക് ഞാൻ ഇവിടെ വെച്ചു. ബാക്കി വെച്ചിട്ട് എങ്ങനെ കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പം മൈക്ക് ചുമ്മാ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സമയത്ത് 8:30 അങ്ങാണ്ടായിട്ടോ. ചുമ്മാ പോകാനുള്ള വലിയ പ്ലാൻ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ സമയം 8:30 ഞാനും വണ്ടിക്കകത്ത് ഫുൾ ചാർജ് ഉണ്ട്. വണ്ടി എത്ര കിലോമീറ്റർ ആണെന്ന് ഞാൻ മനസ്സിലാക്കാം. ആദ്യം ഇതൊക്കെ പാർക്കിംഗ് കൂടെ ഉണ്ടാവും. 535 കിലോമീറ്റർ വണ്ടി ഓടി. ഇപ്പോൾ ഒരു മാസം ആയിട്ടില്ല. ഒരു മാസം ആവുന്നതിന് മുമ്പ് 535 കിലോമീറ്റർ വണ്ടി ഓടി പോകുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തണൽ കണ്ടപ്പോൾ നിർത്തിയില്ലാട്ടോ. നമുക്ക് പോയി നോക്കാം. ഞാൻ അത് മറ്റേ സമയമുണ്ടെന്നോ ഡ്രൈവ് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ കാണിച്ചു തരാൻ വേണ്ടി ഇതാണ് നമുക്ക് മാക്സിമം സ്പീഡൊക്കെ കാണിക്കുന്നത്. നമ്മൾ പോവാണ്. ഇതിപ്പോൾ ഏതാ സ്ഥലം മറന്നു കേട്ടോ. എനിക്ക് മിക്ക സ്ഥലവും ഓർമ്മ ഉണ്ടായിരുന്നു. ഇപ്പം മറന്നു പോയാൽ പറഞ്ഞുതരാത്ത സ്ഥലം എന്ന്. പിന്നെ കുറച്ച് ദൂരം പോകുന്ന 3 കിലോമീറ്റർ മലയാളപുരം 3 കിലോമീറ്റർ അകത്തേക്ക് ഇപ്പോൾ പോകുന്നുണ്ട്. ഇനി ഒരു 15 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം മൊത്തം ഒരു 6-7 കിലോമീറ്റർ ഓടി. വീട്ടിൽ മൊത്തം 23-24 കിലോമീറ്ററിലൊക്കെ പെട്ടെന്ന് പോകണം. നമ്മളങ്ങ് അറ്റം പോകുന്നില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ചാണ് പോകുന്നുള്ളൂ. ഇപ്പം നമുക്കൊരു 20 കിലോമീറ്റർ ഓടിയാൽ മതിയായിരിക്കും. ഇതിന് പിന്നെ ടോപ്പ് സ്പീഡ് 25. ബട്ട് ഇതിനകത്ത് കാണിക്കുന്നത് 25. ബട്ട് നമുക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഓണാക്കി നോക്കുവാണെങ്കിൽ നമുക്ക് 30 കിലോമീറ്റർ സ്പീഡൊക്കെ കാണിക്കുന്നത്. ഞാനിപ്പം നോക്കിയിട്ട് ഇപ്പം വെച്ചാൽ ഫോട്ടോ എടുക്കാം.
കാണിച്ചതാണ്. പോലീസുകാരെ കൊണ്ടുവന്നത് കയ്യായിരുന്നു. പോലീസുകാരെ അങ്ങ് പോയി. ഈ ഏരിയ മിക്കപ്പോഴും പോലീസുകാർ ഉണ്ടാവുന്ന കേട്ടോ. ഞാൻ മിക്കപ്പോഴും ഇതിലെ പോയാലും നമ്മുടെ ഇതിൽ തന്നെയുള്ള ഭൂതാവര ഡാമൊക്കെ ഇതിലെ പോകുമ്പോഴും പോലീസുകാരെ കാണുന്നുണ്ട്. നല്ല ന്യൂസാണ്. ഇത് കിട്ടില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ, നമുക്ക് വർക്കാവുന്നുണ്ടോ? നമുക്ക് വർക്കാവുന്നുണ്ട്. വേറെ കേട്ടിട്ടേക്ക് ഞാൻ പാടി ഇരുന്നോടും. ഇത്ര സൈഡ് ഊരിപ്പോവാന്നേ. ഇവിടെ ഇരുന്ന് നോക്കട്ടെ. നമ്മളപ്പം മുന്നോട്ട് ഞാൻ പോവാം. കുറച്ചുകൂടി ഓടാനുണ്ട്. നമ്മളിപ്പോ കീരമ്പാറന്നൊക്കെ തിരിഞ്ഞ് കീരമ്പാറ സ്കൂളിന്റെ അവിടുന്ന് ലെഫ്റ്റിലേക്ക് നമുക്ക് ഭൂത്താങ്ങോട്ട് ഡാമിലേക്ക് പോകാം. റൈറ്റിലേക്കാണ് നമ്മൾ പോകണം. എനിക്ക് ഈ വഴിയൊക്കെ അടിമാലിക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ. ഞാൻ ഇന്നലെ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ ഞാൻ അറിയണേ അങ്ങനെ പോകാൻ പറ്റും. മാമലക്കൊണ്ടൊക്കെ പോണ വഴിയെന്ന് ഞാൻ അറിയണത്. സത്യം പറഞ്ഞാൽ കോതമംഗലത്തുള്ളതാണെങ്കിൽ പോലും നമ്മളെ ഇത്ര നാൾ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തുവിടാണ്ട് വളർത്തിയത് കൊണ്ട് മാത്രം നമുക്ക് അങ്ങനെ എല്ലാ സ്ഥലങ്ങളും അറിഞ്ഞൂടാ. അപ്പം അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമുക്ക് സ്ഥലങ്ങളൊന്നും അറിയില്ലാത്തത്. അപ്പം ഇങ്ങനെ പതുക്കെ മുന്നോട്ട് പോയിട്ട് വരാം. പോയി നോക്കട്ടെ ഏട്ടാ. ഇനിയാണ് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ കേട്ടോ. നല്ല കാട് ഏരിയ ആണ്. കാട് ഏരിയയിലേക്കാണ് പോകുന്നത്. അവിടെ ബാക്കി വണ്ടിയില്ല. അപ്പൊ നമുക്ക് പതുക്കെ ഓടിച്ച് നോക്കാം. ഫ്രണ്ടിൽ നിന്ന് വണ്ടി നോക്കാം. ചുമ്മാ അപ്പൊ ഇതിന്റെ എങ്ങനെ ഈ മൈക്ക് അങ്ങനെ ഇടുന്ന എവിടെയാണ് മെയിനായിട്ട് വണ്ടി കൊടുക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങള് ഇപ്പം ഒരു മിനിറ്റ് ഒക്കെ നമ്മളിങ്ങനെ ഒരേ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ക്രൂസ് കൺട്രോൾ. ചില സമയം നമുക്ക് നല്ലതാണ്. പക്ഷെ ചില സമയത്ത് തിരിച്ചടിക്കാൻ ആൾക്കാരെ കൺട്രോൾ നമ്മൾ ഈ വഴിയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മൾ തട്ടേക്കാട് പോയ വഴി തന്നെയാണ്. തട്ടേക്കാട് കഴിഞ്ഞിട്ടാണ് സ്ഥലം. സെൽഫി സ്റ്റിക്ക് ഉണ്ട്. പക്ഷെ അതെനിക്ക് ആൾക്കാരെന്തോ പേടിക്കും. ഒരു നാണം പോലത്തെ സ്ഥലം ശൈലിയാവും. കുറെ കാട് സാധനങ്ങൾ കാട്ടിലൂടെ പോകണം. നമ്മളെ കീരമ്പാറന്ന് തീർച്ചയായിട്ടും സഹായിക്കും. പക്ഷെ എനിക്ക് ചെയ്യണമെന്നുണ്ട്. ഇങ്ങനത്തെ ആൾക്കാരാണെന്ന് പറഞ്ഞിടല്ലോ. അതുകൊണ്ടാണ് സ്കൂളിൽ പിന്നെ ഇവിടെ ആണെന്ന് തോന്നുന്നു. ഈ വഴിയാണെന്ന് നിർത്തില്ല. നമ്മുടെ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടില്ല, അതിന്റെ സിഗ്നൽ കൊടുക്കുന്ന രീതിയിൽ നോക്കട്ടെ. ഇവിടെ ഈ ബോർഡാണ് കഴിഞ്ഞാണ് കണ്ടത്. നോക്കട്ടെ ഏട്ടാ. ഞാൻ വരില്ല ഇത് തന്നെ. ആ വഴിയിൽ നിന്ന് ഇങ്ങോട്ട് മുമ്പോട്ട് കയറിയിട്ടുള്ളത് ഉള്ളിലേക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പ് നോക്കിയാൽ നിങ്ങൾക്കത് കാണണമെങ്കിൽ ബസ് സ്റ്റോപ്പ് നോക്കിയാൽ ബസ് സ്റ്റോപ്പിന്റെ സൈഡിൽ തന്നെയാണ് ഒരു വഴിയാണ്. പഠിച്ചേട്ടാ വണ്ടി നിർത്തല്ലേ. ഉണ്ടോ സിയൽ സെൻട്രൽ പ്രോപ്പർട്ടി കാണാൻ പറ്റുന്ന വിശ്വസിക്കൂ. ഇതൊന്ന് ഇറങ്ങിയ അങ്ങ് അയച്ചുതരാം. വെയിലടിക്കുന്നതുകൊണ്ട് ക്ലിയർ അല്ല. ആ സൈഡിൽ നിന്ന് വെയിലുള്ളതുകൊണ്ടാണ് ക്ലിയർ അല്ല. അയക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് അയക്കാൻ പറ്റില്ല. അപ്പൊ അയക്കാൻ പറ്റും. ആ സൈഡിൽ നിന്ന് വെയിലായതുകൊണ്ടേ അങ്ങനെ ഇവിടെയാണ് നമുക്ക് ഇവിടെ അങ്ങനെ കയറാനൊന്നും പറ്റില്ല. ഇതാണ് സംഭവം. ഇതാണ് സംഭവം. ഇത്ര നമുക്ക് മാക്സിമം സൂമുള്ളൂ കേട്ടാ. ഇവിടെയാണ് സംഭവം. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഇടയ്ക്ക് നേരത്തെ വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ. ഇവിടുത്തെ കാണാനൊക്കെ നല്ല നൈസ് കേട്ടോ. ഇതിപ്പോ ഇവിടെ പൂട്ടിയിട്ടില്ല. ചുമ്മാ ലോക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നമ്മള് അനധികൃതമായി അതിൻ്റെ ഉള്ളിൽ കയറുന്നത് ശരിയല്ല കേട്ടോ. അതാണ് നമ്മൾ ഇതേതാ വഴി, ഇതെങ്ങടെ പോണേ, ഈ വഴി അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് പറഞ്ഞൂടാ കേട്ടോ. നമ്മളിപ്പോ ഇവിടെ നിന്നാണ് അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. കാസും ചെയ്യാത്ത
ആ ബോർഡ് ഉണ്ട്, ഒരു വെള്ള ബോർഡ്. ആ ബോർഡ് നോക്കി അങ്ങനെ നേരെ പോസ്റ്റലായിരിക്കാണ് നമ്മൾ വന്നത്. പിന്നെ നമുക്കിനി മുന്നോട്ട് പോയി നോക്കാം. ഇപ്പൊ സമയം എത്രയാണെന്ന് മനസ്സിലാവുന്നില്ല, പോയി നോക്കട്ടെ. പിന്നെ ഇവിടുത്തെ കാലാവസ്ഥ നോക്കണ്ട, ഇതിപ്പം വെയിലാണ്, നല്ല അടിപൊളി വെയിലുണ്ടെങ്കിൽ പോലും സുന്നതി വെയിലുണ്ടെങ്കിൽ പോലും ഒരു തണുപ്പാട്ട് അവിടെ. നമുക്ക് ഓടിക്കുമ്പോൾ നല്ല തണുപ്പ് ഫീൽ ചെയ്യണം. കടയിൽ വേണോ. ഇതാണ് നമ്മൾ പറഞ്ഞത്. ഇത് നേരെ കുട്ടമ്പുഴ സൈഡ് റോഡ്. ഇത് നമ്മൾ കോതമംഗലത്ത് നിന്ന് വരുന്ന റോഡ്. അപ്പൊ അവിടുന്ന് വരുമ്പോ ഇങ്ങനെ ഷെഡ് ഉണ്ട്, അപ്പുറത്തേക്ക് മാറി കാണിച്ചു തരാട്ടാ. ഇവിടെ ഒരു ഷെഡ് ഉണ്ട്. ആ ഷെഡിന്റെ അവിടെ നോക്കിയ ആ ഷെഡിന്റെ അവിടെ നിന്നുള്ള വഴിക്ക് അങ്ങ് പോണം. ഇവിടെ ഫോറസ്റ്റ് ഓഫീസിന്റെ ബോർഡൊക്കെ ഉണ്ട്, പോയി നോക്കാം. പോയി കാണിച്ചു തരാം എന്താണ്. ഞാൻ വണ്ടി ഓഫ് ചെയ്തില്ല, ആരും വരില്ല എന്ന് പ്രതീക്ഷിക്കണം. ഫോറസ്റ്റ് ആണെന്നുള്ളതിന് തെളിവ് വന്നിട്ടാണ് ഇവിടെ ഉണ്ടോ. അങ്ങനത്തെ ഏരിയ ഉണ്ട് ഞങ്ങളടുത്ത്. ഇതൊക്കെ ഞങ്ങളുടെ സ്ഥലങ്ങളല്ലേ. ഞാൻ ഒരു 5-6 വട്ടം അധികം പോയിട്ടുണ്ട്, പക്ഷെ ഞാൻ നിർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. മുന്നോട്ട് പോയി നോക്കാം. വണ്ടി ഇപ്പം വീട്ടിൽ നിന്ന് ഇപ്പം നല്ല 10 കിലോമീറ്റർ ഓടി നമ്മളെ വണ്ടി. കിലോമീറ്റർ കാണിക്കുന്നിടത്ത് വണ്ടിക്ക് തന്നെ റിവേഴ്സ് ഒക്കെ ഉണ്ട്. ചില സമയത്തൊക്കെ വണ്ടി അടിപൊളിയായിട്ട് ബൈക്കായിട്ട് പോയി. നമുക്ക് ബാക്കി കാണാട്ടാ. വണ്ടികളൊക്കെ പോകണ്ട്. ഇപ്പൊ സമയം എത്ര, 9:30 എന്തായിട്ടോ. 9:30 ആയിട്ടും വെയിലുണ്ടെങ്കിൽ പോലും അടുത്ത കാലാവസ്ഥ ഇപ്പൊ നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. എനിക്ക് തണുക്കണയാണോ എന്ന് നോക്കില്ല, എനിക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വെയിലുണ്ട്. നോക്കട്ടെ, നിങ്ങളുടെയൊക്കെ കുറെ വഴികൾ കാണും. നിങ്ങളാണെന്ന് പറഞ്ഞു ചിന്തിക്കാൻ പറ്റില്ല. ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്, കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്നുണ്ടോ ഫോറസ്റ്റിനുള്ള തെളിവാന്നുള്ള സാധനമുണ്ടോ. എന്നാലും ഞങ്ങളുടെ ഇവിടുത്തെ ഏരിയാസൊക്കെ എന്ത് ചെയ്യേ. നമ്മളിപ്പോൾ ഒന്നും ആയില്ല ഓടിയിട്ട്, ഇനി ഓടാനുണ്ട്. കുറച്ചും കൂടി പോവാം. ഞാൻ എന്തായാലും കുറച്ചും കൂടി ഓടുന്നു, അത് ഞാൻ അല്ല അങ്ങനെയല്ല. 5-6 കിലോമീറ്റർ, ഒരു 10-15 കിലോമീറ്റർ അതെല്ലാം അവിടെ തിരിച്ചു. അങ്ങനെ ഒരു പ്ലാനിലാണ് ഇപ്പം നിൽക്കണേ. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. രസം കേട്ടാ. തണുപ്പാണ്, വെയിലുണ്ടെങ്കിൽ പോലും തണുപ്പുണ്ട്. നമ്മളിപ്പം നേരെയൊക്കെ ചുമ്മാ നിൽക്കുമ്പോൾ വെയിലത്ത് നിൽക്കുമ്പോൾ വെയിലുണ്ട്, വണ്ടി ഓടിക്കുമ്പോൾ തണുപ്പാണ്. ക്രൂസ് സൈക്കിൾ നല്ല രസമാണ്. എനിക്കും ഇങ്ങനത്തെ ഏരിയ എനിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. എന്താ പറയുക, അങ്ങനെ കാട് മല അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൺ ഓഫ് ദി മെയിൻ ഡ്രീംസ് ചെയ്യാം. എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊക്കെ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുമായിരിക്കും. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ, എന്താണെന്ന് എങ്ങോട്ട് പോകണം, ഒരു ഒരു റിസ്ക് എടുക്കാൻ അല്ലെങ്കിൽ ഡിസിഷൻ എടുക്കുമ്പോൾ ഫുള്ള് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ എനിക്കിങ്ങനെ ഒരു യാത്രയൊക്കെ പോയിരിക്കില്ല. കൺഫ്യൂഷനൊക്കെ കുറേ ആ ഒരു സ്കീമായിട്ട് തന്നെ. അതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ തട്ടേക്കാടാണല്ലോ, നമ്മൾ മിനി സ്വിറ്റ്സർലൻഡിലൊക്കെ വയനാട്ടിലായില്ലേ. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. ആ സ്ഥലത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഇപ്പോൾ ഡാം അടച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. വണ്ടി വളർത്തെ കുത്തിച്ചാടി. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഇത് പ്രോപ്പർ മിനി സ്വിറ്റ്സർലൻഡിൽ കേട്ടോ. ഇച്ചിരി മുമ്പാണ്, പക്ഷെ ആ ഒരു ഏരിയയാണ്. എൻ്റെ അതിന് ഫോട്ടോ ഇല്ല, ഫോട്ടോ ഉണ്ടെന്ന് ഞാൻ കാണിച്ചത്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയാണ്. മഴക്കാലമായല്ലോ, നമ്മളിവിടെയൊക്കെ ഇതുള്ളതുകൊണ്ട് വെള്ളം കയറിയപ്പോൾ ഉള്ള അവസ്ഥയാണ് ഇത്. അവിടെ കോടയാണോ, ക്യാമറ കിട്ടുന്നുണ്ടാവും. അതായത് ഈ മലയാട്ടോ, മലയുടെ കോടയാണെന്ന് തോന്നുന്നു. നല്ല താണൊക്കെ ഉണ്ട്. പോലീസുകാർ കിടപ്പുണ്ട് കേട്ടോ. എവിടെ നോക്കിയാലും പോലീസുകാർ കിട്ടും. അതാണ് ഞങ്ങളുടെ ഇവിടുത്തെ
പ്രത്യേകത. ഈ ഫോറസ്റ്റ് പോലെ സൈഡൊക്കെ ഉണ്ടാവും മുമ്പോട്ട് പോയാകട്ടെ. ഇത് നമ്മുടെ ഇവിടുത്തെ എന്താ പറയുക, നമ്മൾ പോണ വഴിക്കുള്ള ഒരു ഇതാ, ഒരു പാലാട്ടോ. പാലത്തിൽ വണ്ടി നിർത്തരുതെന്നൊക്കെയാണ് പറയണത്. ഞാൻ പാലത്തിലിപ്പോൾ നിർത്തി, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിർത്തിയതാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ ഈ ഒരു കറുത്ത ഗ്ലാസ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്ര വെയിൽ തോന്നുന്നില്ല കേട്ടോ. അത്യാവശ്യം കേരളം കിട്ടും, മെയിൻ ഷെയ്ഡ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ഇത് അച്ഛനെ ഹെൽമെറ്റാണ്, ഞാനത് നൈസായിട്ട് അടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ നല്ല രസമുണ്ട്. ക്യാമറയിൽ അത്ര ഇത് കിട്ടുന്നില്ല, കാരണം ഇതെത്ര, ഇതിപ്പോൾ 6-7 കൊല്ലം ഉള്ള ഐഫോണാണ്. 7 കൊല്ലം മുമ്പുള്ള ഇറങ്ങിയതല്ലേ, ഇവിടെ അത്രയും ക്ലാരിറ്റിയേ ഉള്ളൂ. നിങ്ങൾ ക്ഷമിക്കണം. നമുക്ക് ഇൻഷാല്ലാ നമ്മൾ പുതിയ അപ്ഡേറ്റ് ആവുന്നതാണ്. നമുക്ക് ഓരോ പൈസ കിട്ടാൻ റെഡി ആവണതനുസരിച്ച് എന്തായാലും നമ്മൾ EMI വെച്ച കാര്യങ്ങളൊന്നും കഴിയില്ല. അങ്ങനെ എടുക്കുവാണെങ്കിൽ നമ്മൾ പുതിയത് പൈസ എടുക്കത്തുള്ളൂ. നമുക്ക് ഇവിടെ പതുക്കെ മുന്നോട്ട് ചലിക്കാം. ഇവിടെ താഴെ ഒരു അമ്പലമൊക്കെ കേട്ടോ, കാട്ടിത്തരാട്ടോ. ആ പാലത്തിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിൽ അമ്പലമുണ്ട്. ഇവിടെ അമ്പലമുണ്ട്. പിന്നെ ഇത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി, കിളിയുടെ സാധനമല്ലേ, അതൊക്കെ ഇവിടെ. കറക്റ്റ് നമ്മൾ കുട്ടമ്പുഴ ബോർഡറിലേക്ക് കയറി കഴിയുമ്പോൾ ആ പാലത്തിൻ്റെ ഇപ്പുറം കുട്ടമ്പുഴയും അപ്പുറം ഏത് സ്ഥലത്തൊരു പേര് ഞാൻ മറന്നു കേട്ടോ. അതെ, ഇവിടുന്ന് മുന്നോട്ട് പോയിട്ടാ നമ്മളിപ്പോൾ കുട്ടമ്പുഴയ്ക്ക് സൈഡിൽ നിർത്തി. എന്നാണത് മഴക്കാറ് കാണുന്നുണ്ട് അവിടെ, മഴക്കാറുണ്ട്. വണ്ടി ബാക്കോട്ട് പോകുന്നുണ്ട്. ഞാൻ ഒരു കയറ്റത്തിലാണ് വെച്ചാണ്, വണ്ടി ബാക്കോട്ട് പോകുന്നുണ്ട്. ഇവിടെ എവിടെയോ ഒരു ഫേമസ് സ്ഥലമുണ്ട്, ഒരു ചർച്ച് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് 500 മീറ്റർ നാടി. എന്തായാലും ഇവിടെ വരെ നമുക്ക് അങ്ങോട്ടും പോയി നോക്കാം. നമ്മളിവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിലാണ് എന്തായാലും ഇവിടെ വരുന്നത്. ചുമ്മാ ഓടിച്ച് വിടാൻ വേണ്ടി എത്തിയതാ. ഇവിടെ പള്ളി ഒരു മഴക്കാലത്തെ കണ്ടിട്ടുണ്ടാവും, കോടയൊക്കെ സെറ്റപ്പ്. ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. മഴക്കാലത്ത് ഇതിപ്പോൾ മഴക്കാലം സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ ഇപ്പം മഴയില്ല, ഇപ്പം വെയിലാ. ഉള്ള കാര്യം കാണിച്ചു തരാം. ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ എവിടെയാണെന്നാണ് ആ ചേട്ടൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചു. ഇവിടെ അടുത്താണെന്നാ പറഞ്ഞു. അപ്പം അവിടെ പോയി നോക്കാം. മഴക്കാറുണ്ട്, നല്ല മഴക്കാറുണ്ട്, പക്ഷെ ഇപ്പം പെയ്യോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഇവിടുന്ന് കുറച്ച് നെയ്യാമ്പള്ളി വണ്ടി പിന്നെ ക്രൂസ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് പോകും. ഇപ്പോൾ അതായത് നമ്മൾ 17 കിലോമീറ്റർ ഓടിയിരിക്കുന്നു, വണ്ടി തരാൻ കുഴപ്പമില്ല. ഇതാ കാണുന്ന പള്ളിയാണ്. നമ്മുടെ കോട പള്ളിയത് വണ്ടി നിർത്തട്ടെ. ഇതാണ് പള്ളി, പക്ഷെ കോട ഞാൻ എൻ്റെ അപ്പുറമായിട്ട് ഇത് വഴിയുണ്ട് കേട്ടോ. ഇതാണ് പള്ളി, കല്ലുണ്ടോ, കല്ല് നല്ല ഫെയിമാട്ടോ. 1 മണി 20 കിലോ എടുക്കാൻ നോക്കാം. അങ്ങനെയില്ല, വണ്ടിയുടെ എൻ്റെ ഇല്ല, നോക്കട്ടെ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പള്ളി, ഫേമസ് ആയിട്ടുള്ള പള്ളി. വണ്ടിയില്ല, കൊടുത്താനെ പള്ളിയുടെ ബാക്കിലും അവിടെ മഴക്കാറുണ്ട്, പെയ്യുന്നില്ല. നോക്കാം. ഞാൻ വണ്ടി പള്ളിയുടെ മുമ്പ് ഇങ്ങനെ വെച്ചു, ആരും ചീത്ത പറയില്ല എന്ന് വിചാരിക്കണം. അപ്പം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് പോകണോ വേണ്ടിയാന്ന് ഞാൻ ആലോചിക്കുക. അങ്ങോട്ട് പോകണ്ടെന്ന് പോയി കഴിഞ്ഞാൽ എത്ര കിലോമീറ്ററിൻ്റെ എനിക്ക് അറിഞ്ഞൂടാ. ഇതാട്ടോ ഇവിടുത്തെ ബോർഡ്, അങ്ങനെ വായിച്ചെടുത്തോ. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ. നല്ല രസമുള്ള ഏരിയ. അല്ലെങ്കിൽ നേരെ അങ്ങോട്ട് പോണ വീഡിയോ ഞാൻ എടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പം ഇവിടം വരെയുള്ള വീഡിയോ എന്ന് ചോദിക്കണം. അത് വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ അത് നമുക്ക് അടിയാം. പോണ വഴിക്ക് എന്തെങ്കിലും കാണുമെന്ന് നോക്കട്ടെ. നല്ല വെയിലുണ്ട്, പോണ വഴിക്ക് ഇപ്പോൾ തണുപ്പ് കിട്ടും.
ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട്. ബസ് പതുക്കെ എല്ലാം വണ്ടി ആകുമ്പോൾ ബാക്കി എന്താ പരിപാടി നോക്കട്ടെ.